കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന മാലദ്വീപിന് 6550 കോടി രൂപയുടെ ധനസഹായം ഇന്ത്യ പ്രഖ്യാപിച്ചത് ഒരു മാസം മുൻപാണ്. ആ ചിന്തയിൽ നിന്ന് ഇപ്പോൾ പിന്നോട്ടു പോകാമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. ചൈനയുമായി സ്വതന്ത്ര വ്യാപാര കരാറിന് സമ്മതം മൂളിയ മാലെയ്ക്ക് ധനസഹായം നൽകുന്നതിൽ ഒരു പുനരാലോചനയാകാമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. മാലദ്വീപ് പ്രതിസന്ധി നേരിടുന്ന ഘട്ടങ്ങളിൽ ഇന്ത്യ സാമ്പത്തികമായി പിന്തുണയ്ക്കാറുണ്ട്. 2024 ഒക്ടോബറിൽ പലിശരഹിത വായ്പയായാണ് $50 ദശലക്ഷം അനുവദിച്ചത്. മാലദ്വീപ് സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ചായിരുന്നു അത്. മെയ് മാസത്തിലും സമാനമായ സഹായം ഇന്ത്യ നൽകിയിരുന്നു. ഒക്ടോബറിൽ ഇന്ത്യയിലെത്തിയ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ധനസഹായങ്ങളിൽ നന്ദി അറിയിക്കുകയും ചെയ്തു. അധികാരമേറ്റതിനു ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ഉഭയകക്ഷി സന്ദർശനമായിരുന്നു ഇന്ത്യയിലേത്. എന്താണ് ഇന്ത്യയെ പ്രകോപിപ്പിച്ചത്? കഴിഞ്ഞ ഒക്ടോബറിൽ ഇന്ത്യയിൽ മാലദ്വീപ് പ്രസിഡന്റ് എത്തിയപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ ചർച്ചകൾ ആരംഭിക്കാൻ തീരുമാനമെടുത്തിരുന്നു. ഇതിനിടെയാണ് ചൈനയുമായി മാലദ്വീപ് പുതിയ കരാറിന് ധാരണയിലെത്തിയത്. ചൈനയുമായുള്ള കരാർ നടപ്പിലായാൽ വലിയ വരുമാന നഷ്ടമുണ്ടാകുമെന്നാണ് മാലദ്വീപിന്റെ വിലയിരുത്തൽ. പ്രതിവർഷം $40 ദശലക്ഷം കസ്റ്റംസ് തീരുവ ഇനത്തിൽ മാത്രം നഷ്ടം സംഭവിക്കും. ചൈനയ്ക്കൊപ്പം തന്നെ തുർക്കിയുമായും മാലദ്വീപ് വ്യാപാര കരാറിന് ശ്രമിക്കുന്നു. പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിന്റെ കീഴിൽ ആശാവഹമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടക്കാത്തതും ഇന്ത്യ ഗൗരവത്തോടെ കാണുന്നു. ദ്വീപരാഷ്ട്രത്തിന്റെ കടബാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതും ആശങ്കയ്ക്കിട നൽകുന്നു. ഇതിനിടെ ചില നയതന്ത്ര തർക്കങ്ങളും ഇന്ത്യയും മാലദ്വീപും തമ്മിലുണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് അപകീർത്തികരമായ പരാമർശങ്ങൾ ഉന്നത മാലദ്വീപ് ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടായതാണ് കാരണം. ലക്ഷദ്വീപിന്റെ മനോഹാരിത വർണ്ണിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ശേഷമായിരുന്നു മോശം പരാമർശങ്ങൾ. ശക്തമായ ഭാഷയിൽ ഇന്ത്യ പ്രതികരിച്ചതോടെ മോശം പരാമർശം നടത്തിയ ഉദ്യോഗസ്ഥരെ മാലദ്വീപ് സർക്കാർ സസ്പെൻഡ് ചെയ്തു. യുവമന്ത്രിമാരായ മൽഷ ഷെരീഫിന്റെയും മറിയം ഷിയൂണയുടെയും രാജിയിലാണ് ആ തർക്കം അവസാനിച്ചത്. മാലദ്വീപിലേക്കുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണവും ഇതിനിടെ ഗണ്യമായി കുറഞ്ഞു. 2024 ആദ്യ 4 മാസക്കാലം മാലദ്വീപിലേക്കുള്ള ഇന്ത്യൻ സഞ്ചാരികളുടെ എണ്ണത്തിൽ 42% കുറവാണ് രേഖപ്പെടുത്തിയത്. മാലദ്വീപുമായുള്ള നയതന്ത്ര ബന്ധം ഇന്ത്യക്ക് അത്ര പ്രധാനമല്ലെങ്കിലും ചൈനയോട് ഈ കുഞ്ഞു ദ്വീപ് അടുക്കുന്നതിലാണ് ഇന്ത്യക്ക് കൂടുതൽ ആശങ്ക.